ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ഏറ്റവും സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, മനുഷ്യനായി ജനിച്ച ഏതൊരാൾക്കും താൻ ജീവിക്കുന്ന, ജനിച്ചു വളർന്ന നാടിനോടും മണ്ണിനോടും രാജ്യത്തോടുമൊക്കെ പ്രകൃതിപരമായ ഒരു ബന്ധമുണ്ട്. തൻ്റെ സ്വഭാവത്തെയും മൂല്യത്തെയും വ്യക്തിത്വത്തെയും ഒക്കെ രൂപപ്പെടുത്തുന്നതിൽ ജനിച്ചു വളർന്ന നാടിന് വലിയ പങ്കുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ നാടിനോടും രാജ്യത്തോടുമുള്ള സ്നേഹം എന്നത് മനുഷ്യനിൽ പ്രകൃതിയാൽ തന്നെ അള്ളാഹു നിക്ഷേപിച്ച കാര്യമാണ്. സ്വന്തം നാടിനോടുള്ള സ്നേഹവും അതിൽ നിന്ന് വിട്ടുപിരിയുമ്പോഴുണ്ടാകുന്ന വേദനയുമൊക്കെ എത്രത്തോളം ഉണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ജീവിതത്തോടുള്ള സ്നേഹത്തോട് ഉപമിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നാടിനോടുള്ള ബന്ധത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. സൂറത്തുൻ നിസാഇൽ 66-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വലൗ അന്നാ കതബ്നാ അലൈഹിം, അവരോട് നാം കൽപ്പിച്ചിരുന്നുവെങ്കിൽ, അനിഖ്തുലൂ അൻഫുസകും, സ്വന്തം ജീവൻ ബലിയർപ്പിക്കണമെന്നോ, അതല്ലെങ്കിൽ അവിഖ്റുജൂ മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകണമെന്നോ
നാം അവരോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ മാ ഫഅലൂഹു ഇല്ലാ ഖലീലുൻ മിൻഹും, അവരിൽ നിന്ന് കുറച്ച് ആളുകൾ മാത്രമായിരുന്നു അത് ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ ഒരാളോട് സ്വന്തം ജീവൻ വധിക്കാൻ പറയുന്നതും സ്വന്തം നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നതും ഒരുപോലെ കഠിനമായ പ്രയാസമുള്ള കാര്യമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇത് കാണിക്കുന്നത്, സൂചിപ്പിക്കുന്നത് എന്താണ് സഹോദരങ്ങളെ? ഒരു വിശ്വാസിക്ക് തന്റെ നാട് ജീവന് തുല്യം പ്രധാനമെന്നാണ്. കാരണം അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ്. സ്വന്തം ജീവൻ ബലിയർപ്പിക്കണമെന്നോ അതല്ലെങ്കിൽ സ്വന്തം വീട് വിട്ട് നാട് വിട്ട് പുറത്തു പോകണമെന്നോ അള്ളാഹു ഒപ്പം അടുത്തടുത്ത് പറയുമ്പോൾ അത്രയും പ്രയാസം, ജീവന് തുല്യം സ്വന്തം ജനിച്ചു വളർന്ന നാടിനോട് മണ്ണിനോട് സ്നേഹമുണ്ടായിരിക്കുമെന്ന സൂചന ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അതല്ല, വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ വന്നാൽ മാത്രമാണ് സ്വന്തം നാട് വിട്ട് തന്റെ വിശ്വാസ ദീന സംരക്ഷിക്കുന്നതിനു വേണ്ടി പുറത്തു പോകാൻ, ഹിജറ പോകാൻ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ എന്നർത്ഥം. ഒരു വ്യക്തിയുടെ ഉയർന്ന സ്വഭാവത്തിന്റെയും അവന്റെ ഉത്തമമായ വ്യക്തിത്വത്തിന്റെയും അടയാളമായി കൊണ്ട് പണ്ഡിതന്മാർ എണ്ണിയ കാര്യത്തിൽ തന്റെ നാടിനോടുള്ള സ്നേഹം അവർ പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു എന്ന് കാണാൻ കഴിയും. പണ്ഡിതന്മാര് പറയുകയാണ്, ഒരാളുടെ വ്യക്തിത്വം എത്രത്തോളമുണ്ട് എന്നറിയണമെങ്കിൽ ഫൻദുർ ഇലാ ഹനീനിഹി ഇലാ ഔതാനിഹി വതശവ്വുഖിഹി ഇലാ ഇഖ്വാനിഹി വബുകാഇഹി അലാ മാ മദാ മിൻ സമാനിഹി. ഒരാളുടെ വ്യക്തിത്വം മനസ്സിലാകണമെങ്കിൽ അവന്റെ നാടിനോടുള്ള അവന്റെ ആഗ്രഹവും സ്നേഹവും എത്രത്തോളമുണ്ട് എന്ന് നോക്കിയാൽ മതി എന്നാണ്. തന്റെ സഹോദരങ്ങളോട് അവന് എത്രത്തോളം സ്നേഹമുണ്ട്, അവന്റെ നല്ല കഴിഞ്ഞ കാലത്തെ കുറിച്ച് അവൻ എത്രത്തോളം ഓർമ്മയുണ്ട് എന്ന് നോക്കിയാൽ മതി എന്ന് പ്രത്യേകം ഫൻദുർ ഇലാ ഹനീനിഹി ഇലാ ഔതാനിഹി എന്ന് പണ്ഡിതന്മാർ എടുത്തു കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മനുഷ്യരിൽ സൃഷ്ടികളിൽ നിക്ഷേപിച്ച ഈ പ്രകൃതി സഹജമായ ഗുണത്തെ പണ്ഡിതന്മാർ അവർ ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. സലാസു ഖിസാലിൻ ഫീ സലാസതി അസ്നാഫിൻ മിനൽ ഹയവാൻ. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ, അവന്റെ ജന്തു ജീവജാലങ്ങളിൽ 3 വിഭാഗത്തിന് ഒരു പൊതു സ്വഭാവമുണ്ട് എന്ന് പണ്ഡിതന്മാര് പറയുകയാണ്. ഒന്നെന്താണ്? അൽ ഇബിലാണ്, ഒട്ടകം. ഒട്ടകത്തിന്റെ പ്രത്യേകത എന്താണ്? അൽ ഇബിലു തഹിന്നു ഇലാ ഔതാനിഹാ വഇൻ കാന അഹ്ദുഹാ ബഈദൻ. ഒട്ടകം എത്ര തന്നെ ദൂരത്താണെങ്കിലും അതതിന്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, വെമ്പൽ കൊള്ളാറുണ്ട് എന്നാണ്. രണ്ടാമത്തെ ജീവി ഏതാണ്? പക്ഷിയാണ്. പക്ഷി അതിന്റെ കൂട് നിൽക്കുന്ന സ്ഥലം എത്ര തന്നെ വരണ്ടതാണെങ്കിലും ആ കൂട്ടിലേക്ക് തന്നെ വരാൻ അത് ആഗ്രഹിക്കുന്നു, അത് അവിടേക്ക് തന്നെ കൂട്ടിലേക്ക് പറന്നെത്തുന്നു എന്നാണ്. മൂന്നാമത്തത് വൽ ഇൻസാൻ, മനുഷ്യനാണ്. വൽ ഇൻസാനു ഇലാ വതനിഹി വഇൻ കാന ഗൈറുഹു അക്സറ നഫ്അ. മനുഷ്യൻ ഒരുപാട് ഉപകാരങ്ങൾ അവന്റെ നാട്ടിലല്ലാതെ മറ്റു നാടുകളിൽ ഉണ്ടെങ്കിൽ പോലും താൻ ജനിച്ചു വളർന്ന ആ മണ്ണിലേക്ക് വരാൻ അവൻ എപ്പോഴും ആഗ്രഹം പറയാറുണ്ട്, ആഗ്രഹം തോന്നാറുണ്ട്. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹു നിക്ഷേപിച്ച ഒരു പൊതു സ്വഭാവമാണ് എന്ന് പണ്ഡിതന്മാര് പറയുകയാണ്. നോക്കൂ നിങ്ങൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, സ്വഹാബത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാലൊക്കെ ഈ നാടിനോടുള്ള സ്നേഹം നമുക്ക് പ്രകടമാകും. മഹാനായ നമ്മുടെ നേതാവ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താൻ ജീവിച്ച നാടിനെ അളവറ്റ രൂപത്തിൽ സ്നേഹിച്ചിരുന്നു എന്നല്ലേ? നബിയുടെ 40-ാമത്തെ വയസ്സിൽ നുബുവത്തിന്റെ തുടക്കത്തിൽ പ്രവാചകത്വം ലഭിച്ച സമയത്ത് പേടിച്ച് ജീവിതത്തിൽ ആദ്യമായി ഉണ്ടായ ഒരു അനുഭവമാണ്. ഭയവിഹ്വലനായി കൊണ്ട് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ഓടിയെത്തുന്നു. എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ എനിക്കില്ലാത്തൊരു അനുഭവമാണ് ഇന്നുണ്ടായത് എന്ന് പറഞ്ഞ് പേടിച്ചു പറഞ്ഞപ്പോ മഹദി നേരെ കൊണ്ടുപോകുന്നത് വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുത്തേക്കാണ്. ഈ ചരിത്രം നമ്മൾ ആരും കേൾക്കാത്തവരല്ല. നോക്കൂ, വറഖത്ത് ഇബ്നു നൗഫൽ അവര് പറയാനുള്ളതൊക്കെ കേട്ടതിനു ശേഷം അവര് പറഞ്ഞു, ഹാദൻ നാമൂസുല്ലദീ നസ്സലല്ലാഹു അലാ മൂസ.
ഇത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത അതേ ദൂതൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യാ ലൈതനി ഫീഹാ ജദഅ ലൈതനി അകൂനു ഹയ്യൻ ഇദ് യുഖ്രിജുക ഖൗമുക. നിന്റെ ജനത നിന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഇത് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്ന് അത്ഭുതം തോന്നി. അല്പം വേദനയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അവ മുഖ്രിജയ്യഹും, എന്റെ നാട്ടുകാർ എന്റെ ഈ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കുകയോ? സ്വന്തം ജനത തന്നോട് ശത്രുത കാണിക്കും എന്നതിനേക്കാൾ നബിക്ക് വേദനയുണ്ടായത് ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് അവർ എന്നെ പുറത്താക്കുമോ എന്ന പേടിയായിരുന്നു എന്നാണ്. സഹോദരന്മാരെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പ്രബോധനം തുടങ്ങി. ആളുകളൊക്കെ ശത്രുക്കളായി, ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റ പോവാൻ അവിടുന്ന് കൽപ്പനയുണ്ടായി. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ നിർബന്ധിതനായ സാഹചര്യത്തിൽ മക്കയുടെ ബൗണ്ടറിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം വേദനയോടെ വിതുമ്പിക്കൊണ്ടാണ് മക്കയെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വല്ലാഹി ഇന്നകി ലഖൈറു അർദില്ലാ, ഓ മക്ക, അല്ലാഹു ആണ്, നീയാണ് ഭൂമിയിൽ ഏറ്റവും നല്ല സ്ഥലം എന്ന് എനിക്കറിയാം. വഅഹബ്ബു അർദില്ലാഹി ഇലല്ലാഹ്, ഈ ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം മക്ക, അത് നീയാണെന്ന് എനിക്കറിയാം. വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, ഈ നാട്ടുകാർ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ മക്ക വിട്ട് ഞാൻ പോകില്ലായിരുന്നു എന്ന നബിയുടെ വാചകം നോക്കൂ നിങ്ങൾ. ആ മക്കയോട്, ജനിച്ചു വളർന്ന മണ്ണിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമാണ് എടുത്തു കാണിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. അവിടെ കുറെ കാലം താമസിച്ചു. തന്റെ രണ്ടാമത്തെ മാതൃരാജ്യമായി ആ മദീനയെ സ്വീകരിച്ചപ്പോൾ അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ, അവിടുത്തെ പ്രവർത്തികളിൽ ആ സ്നേഹം പ്രകടമായിരുന്നു. എവിടേക്കെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് യാത്ര പോയി തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖദിമ മിൻ സഫരിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഫനദറ ഇലാ ജുദുറാത്തിൽ മദീന, മദീനയുടെ മതിലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ തന്നെ ഔദഅനാഖതഹു, പ്രവാചകന്റെ വാഹനം ഒന്ന് വേഗത കൂട്ടുമായിരുന്നു. വഇൻ കാന അലാ ദാബത്തിൻ ഹറകഹ മിൻ ഹുബ്ബിഹാ, മദീനയോടുള്ള സ്നേഹം കാരണമായിരുന്നു അത് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, നമുക്കൊക്കെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ലേ? ഒരുപാട് സ്ഥലത്തൊക്കെ നമ്മൾ യാത്ര ചെയ്യാൻ, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ, നമ്മുടെ നാട് കാണുമ്പോ, നാട്ടുകാരെ കാണുമ്പോ, വീട് കാണുമ്പോ, നമ്മുടെ കുടുംബം കാണുമ്പോ കിട്ടുന്ന വല്ലാത്ത ഒരു സന്തോഷവും അനുഭൂതിയും ഒരു പക്ഷേ ഇരിക്കുന്ന ആളുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അത് അല്ലാഹു മനുഷ്യനിൽ പ്രകൃതിയാ സംവിധാനിച്ച സംവിധാനമാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകമുണ്ട്. ഈ ഹദീസ് മദീനയുടെ മഹത്വം അറിയിക്കുന്നതോടൊപ്പം തന്നെ താമസിക്കുന്ന നാടിനെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകതക്കും ഇത് പ്രമാണമാണ്, ഇത് തെളിവാണ് എന്ന് അദ്ദേഹം കൃത്യമായി വിവരിക്കുന്നത് കാണാൻ കഴിയും. സഹാബികളുടെ ജീവിതത്തിലൊക്കെ നമുക്ക് അങ്ങനെയുള്ള ചരിത്രങ്ങൾ, സംഭവങ്ങൾ കാണാം. നോക്കൂ നിങ്ങൾ, മൈസൂൻ ബിൻത് ബഹദൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായി സിറിയയുടെ കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന ഗ്രാമീണ വനിതയായ മൈസൂൻ ബിൻത് ബഹദൽ, അവർ കൊട്ടാര സുഖങ്ങൾ, അവിടെ നല്ല ഭക്ഷണമുണ്ട്, നല്ല സുഖ സൗകര്യങ്ങളുണ്ട്, നല്ല ആഡംബരമായ ജീവിതം നയിക്കാം. പക്ഷെ അവര് പറഞ്ഞ വാചകം, ഈ കൊട്ടാര സുഖങ്ങളെക്കാൾ താൻ ജീവിച്ചു വളർന്ന ആ കൊച്ചു ഗ്രാമത്തെയും അവിടുത്തെ ലളിതമായ ജീവിതത്തെയുമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. കൊട്ടാര സുഖങ്ങളെക്കാൾ എനിക്കിഷ്ടം ഞാൻ ജനിച്ചു വളർന്ന നാടാണ്, അവിടത്തേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അവര് പറയുന്നത്. അതുപോലെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് മദീനയിലെത്തിയ സന്ദർഭത്തിൽ യസ്രിബ് ഹുമ്മ എന്ന് പറയുന്ന
ഒരു പനി അന്നത്തെ കാലത്തിൽ പ്രസിദ്ധമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി യത്രിബിലെത്തുമ്പോൾ ആ യത്രിബ് എന്ന പേര് തന്നെ ഒരു നെഗറ്റീവായ മാനയായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പേര് ഇഷ്ടമായിരുന്നില്ല. അങ്ങനെയാണ് മദീനയാക്കുന്നത്. അവിടുത്തെ കാലാവസ്ഥ ആർക്കും ഇഷ്ടമായിരുന്നില്ല. ചൂടാണെങ്കിൽ കഠിനമായ ചൂടും തണുപ്പാണെങ്കിൽ കഠിനമായ ചൂടുമായിരുന്നു മദീനയിൽ. അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുന്ന എല്ലാവർക്കും പനി പിടിക്കുക, ഒരു അസുഖം പിടിക്കുക എന്നത് സ്വാഭാവികമായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈ മദീനയെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മദീനയാക്കി നീ മാറ്റണേ എന്ന്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, മഹാനായ ബിലാൽ റളിയല്ലാഹു മദീനയിലെത്തിയപ്പോൾ അവിടുന്ന് പനി പിടിച്ചു. പനി പിടിച്ച് കിടക്കുമ്പോൾ മക്കയിൽ ഉണ്ടായിരുന്ന ഇദ്ഖീർ പുല്ലുകളെയും മജന്നായിലെ ഉറവകളെയും ഓർത്തുകൊണ്ട് അവിടുന്ന് കവിതകൾ ആലപിക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, അത് എല്ലാവരിലും മനുഷ്യരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തന്നിട്ടുള്ള നിക്ഷേപിച്ചിട്ടുള്ള കാര്യമാണ് നാടിനോടുള്ള സ്നേഹം എന്നത്. നമ്മുടെ നാടിന്റെ പുരോഗതിയും നിർഭയത്വവും ഇവിടെ ധാർമ്മികത നിലനിൽക്കുക എന്നൊക്കെ നമുക്ക് ആവശ്യമുള്ള സംഗതിയാണ്. നമ്മുടെ നാട്ടിൽ നന്മയുണ്ടായാൽ അതിന്റെ ഗുണം എല്ലാവർക്കും ഉണ്ട്. ഇവിടെ മ്ലേച്ഛതകൾ ഉണ്ടായാൽ, ഇവിടെ വൃത്തികേടുകൾ വളർന്നു വന്നാൽ, ഇവിടെ സഹോദരങ്ങളെ അധാർമികതകൾ പെരുകിക്കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കുമാണ്. അതുകൊണ്ട് തന്നെ തിന്മകൾ കണ്ടാൽ അവിടെ കൈപിടിക്കുക എന്നത്, അവരെ എതിർക്കുക എന്നത് തൗഹീദ് കിട്ടിയ, അത് മനസ്സിലാക്കിയ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ സുന്ദരമായ ഒരു ഉപമയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കപ്പലിൽ താഴെയും മുകളിലുമായി ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴെയുള്ളവർക്ക് വെള്ളം വേണമെങ്കിൽ മുകളിൽ പോകണം, അവിടെയാണ് അതിന് സൗകര്യമുള്ളതും. അതുകൊണ്ട് താഴെയുള്ളവർ വിചാരിക്കുകയാണ്, നമ്മുടെ വിഹിതമായ തട്ടിൽ തന്നെ ഒരു ദ്വാരമുണ്ടാക്കിയാൽ മുകളിലുള്ളവരെ പ്രയാസപ്പെടുത്താതെ അവിടേക്ക് പോകാൻ നമുക്കും പ്രയാസമില്ലല്ലോ, അതുകൊണ്ട് നമുക്കിവിടെ ദ്വാരമുണ്ടാക്കിയാൽ പോരെ എന്ന് താഴെയുള്ളവർ വിചാരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അവരത് ചെയ്യാൻ തുനിഞ്ഞാൽ മുകളിലുള്ളവർ അവരെ തടഞ്ഞില്ല എങ്കിൽ കപ്പലിലുള്ള എല്ലാവരും മുങ്ങി നശിക്കും എന്നതുപോലെ നാട്ടിൽ ഒരു അധാർമികത കണ്ടാൽ, വ്യഭിചാരം സാർവത്രികമാകുന്നത് കണ്ടാൽ, തിന്മകൾ പെരുകുന്നത് കണ്ടാൽ അതിനെതിരെ മൗനം പാലിച്ചു കഴിഞ്ഞാൽ ഈ നാട് മുഴുവനും നശിച്ചു പോകും എന്നാണ് ഈ ഹദീസിലൂടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാടുകളിൽ ഫസാദ് ഉണ്ടാക്കുന്നവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കണം. ഇവിടെ തിന്മകൾ ഇല്ലാതാകണം. അതിനുവേണ്ടി പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും സജീവമാകണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നാട്ടിൽ വർഗീയതയും ഭിന്നതയും വിദ്വേഷവും വളർന്നു വന്നാൽ ചില ശക്തികൾ അതിനു വേണ്ടി മനഃപൂർവ്വം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അവിടെ നമ്മൾ സമാധാനത്തിന്റെ വക്താക്കളായി മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആളുകളുടെ വിശ്വാസം എന്താണ്? കൃത്യമായ തൗഹീദിന്റെ ഏകദൈവാരാധനയുടെ വിശ്വാസം ആളുകളിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവരും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരായി ഈ നാട് മാറിയാൽ അതിന്റെ ഗുണം നാട്ടിലുള്ള എല്ലാവർക്കുമാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞല്ലോ, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ, ആ നാട്ടുകാർ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹുവിനെ അവർ പേടിച്ചിരുന്നുവെങ്കിൽ, സൂക്ഷ്മത പാലിച്ചിരുന്നുവെങ്കിൽ, ലഫതഹ്നാ അലൈഹിം ബറകാതി മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുമായിരുന്നു, തുറന്നു കൊടുക്കുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്. അപ്പൊ ഈ നാട്ടിൽ വിശ്വാസം, നല്ല വിശ്വാസം വന്നാൽ, അതുപോലെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ പെയ്യാൻ നമ്മുടെ നാട് സഹോദരങ്ങളെ അതിന് അർഹമാവും എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ രാജ്യത്തിന്റെ സ്വസ്ഥതക്കും ക്രമസമാധാനത്തിനും ഭരണാധികാരികളെ അനുസരിക്കുക എന്നത് നമുക്ക് നിർബന്ധമാണ്. അള്ളാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ് വ അത്തിയുർ റസൂൽ വ ഉലിൽ അംരി മിൻകും, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹനെ അനുസരിക്കണം, റസൂലുള്ളാഹിനെ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചവരെ നിങ്ങൾ അനുസരിക്കണം എന്നതാണ്. നിങ്ങളെ കാര്യം ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാരാണോ അവര് പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത കാലത്ത് രാജ്യത്തിന്റെ ഭരണഘടനയെയും നിയമങ്ങളെയും അനുസരിക്കുക എന്നത് ഒരു മുസ്ലിം അവന്റെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കുകയും ജീവിതം അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സ്വാതന്ത്ര്യം എന്നത് ഏതൊരു മുസ്ലിമിൻ്റെയും ആഗ്രഹവും അഭിലാഷവുമാണ്. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ മാത്രം പീഡിപ്പിക്കപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും വംശഹത്യക്ക് വിധേയമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഫലസ്തീനും റോഹിംഗ്യയും ചൈനയിലെ ഉയ്ഗറുമെല്ലാം അതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള മോഹങ്ങൾ പോലും സ്വപ്നങ്ങളായി മാറിയ, പൂവണിയാത്ത സ്വപ്നങ്ങളായി അവശേഷിക്കുന്ന ഒട്ടനവധി പ്രദേശങ്ങളുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ബോംബ് സ്ഫോടനങ്ങളുടെയും മിസൈൽ വർഷങ്ങളുടെയും ശബ്ദങ്ങൾ കേട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുന്ന എത്രയോ ചോര പൈതലുകളുണ്ട്, എത്രയോ ബാല്യങ്ങൾ അങ്ങനെയുണ്ട്. ഇസ്ലാമിക വേഷം ധരിക്കാൻ തടസ്സങ്ങൾ നേരിടുന്ന നമുക്കൊക്കെ എന്തെല്ലാം സ്വാതന്ത്ര്യം! ഇസ്ലാം അനുസരിച്ച് പൂർണ്ണമായി ജീവിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഒട്ടനവധി പ്രദേശങ്ങളിൽ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിക വേഷം ധരിക്കാൻ ആഗ്രഹമുണ്ടായിട്ട്, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ, അതിന്റെ അടയാളങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ആഗ്രഹമുണ്ടായിട്ട് അതിന് സാധിക്കാതെ പോകുന്ന എത്രയോ ആളുകൾ. ജുമാ ജമാഅത്തുകൾക്ക് പോവാൻ തോക്കുധാരികൾ തടസ്സം നിൽക്കുന്ന, അവരുടെ ആട്ടും തുപ്പും ഔദാര്യവും കാത്തു നിൽക്കേണ്ടി വരുന്ന ദൗർഭാഗ്യകരമായ എത്രയോ ജീവിതങ്ങൾ. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമ്മളൊക്കെ എത്രയോ വലിയ നിഅമത്തിലാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. സ്വാതന്ത്ര്യവും നിർഭയത്വവും എന്നത് എത്ര വലിയ നിഅമത്താണ്! അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തകാസുറിലെ അവസാനത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞല്ലോ, നാളെ പരലോകത്ത് അന്നേ ദിവസമുണ്ടല്ലോ, എല്ലാ നിഅമത്തുകളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ നിർഭയത്വത്തെ കുറിച്ച് ചോദ്യമുണ്ട്. നമുക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. ഇതൊരു വലിയ നിഅമത്താണ്. ഈ നിഅമത്തിനെ കുറിച്ച് നാളെ പരലോകത്ത് തീർച്ചയായും നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ثم لتسألن يومئذ عن شكر ما أنعم الله به عليكم من الصحة والأمن والرزق وغير ذلك. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളായ ആരോഗ്യം, സമാധാനം, സംരക്ഷണം, സുരക്ഷ, നിർഭയത്വം, ഉപജീവനം തുടങ്ങിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളോട് നിങ്ങൾ നന്ദി കാണിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് തീർച്ചയായും നാളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന്. ആലോചിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? എത്രയെത്ര ആളുകൾ, നമുക്ക് എന്ത് പ്രയാസമാവുള്ളത്! അതുകൊണ്ട് ഗൗരവമായി ഈ നിഅമത്തിനെ കുറിച്ച് ആലോചിക്കുകയും അള്ളാഹുവോട് ശുക്റുള്ളവരായി നമ്മൾ മാറുകയും വേണം. രാജ്യത്തിനകത്തും പുറത്തുമുള്ള അനിഷ്ടകരമായ ഒരുപാട് സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഭാവിയെക്കുറിച്ച് ആകുലതപ്പെടുന്നവരുണ്ട്, വാചാരരാകുന്നവരുണ്ട്, സന്ദേഹപ്പെടുന്നവരുണ്ട്. അവരൊക്കെ ചിന്തിക്കേണ്ട അല്ലാഹുവിന്റെ ഒരായത്തുണ്ട്, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർള്, ഭൂമിയിൽ അവർക്ക് സൗകര്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ. ഒരു വിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് സൂറത്തുൽ ഹജ്ജിലെ 41-ാമത്തെ ആയത്തിൽ, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർള്, ഭൂമിയിൽ നാം അവർക്ക് സ്വാധീനം നൽകിയാൽ വിശ്വാസികളാണെങ്കിൽ അവരെന്ത് ചെയ്യുമെന്നോ, അഖാമുസ്സലാ, നിസ്കാരം അവർ കൃത്യമായി നിർവഹിക്കും. നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ എങ്ങനെയാണ് ഗൗരവമായി ചിന്തിക്കുക? ഇന്ന് സുബഹിക്ക് നമ്മൾ ജമാഅത്തിലുണ്ടായിരുന്നോ? ഗൗരവമായി ചിന്തിച്ചോളൂ. നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ കൃത്യമായി ബാങ്ക് വിളിക്കുമ്പോൾ
പള്ളിയിലേക്ക് ജമാഅത്തിന് എത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്കതിന് സ്വാതന്ത്ര്യമില്ലേ? നമ്മൾ ആലോചിച്ചു നോക്കൂ. നമുക്ക് നിർഭയത്വമില്ലേ? നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ ബോംബ് പൊട്ടുന്ന ശബ്ദം നമ്മൾ കേൾക്കാറുണ്ടോ? സഹോദരങ്ങളെ, ആരെങ്കിലും തോക്ക് ചൂണ്ടി നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ നമുക്കുണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത്, ഭൂമിയിൽ നമുക്ക് ദീൻ അനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? സകാത്ത് അവർ കൃത്യമായി നൽകുക എന്ന് മാത്രമല്ല, സദാചാരം സ്വീകരിക്കാൻ കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്നവർ വിലക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ ദഅവത്തിൽ സജീവമാകും എന്നതാണ്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയം, സകാത്തിന്റെ വിഷയം, ദഅവത്തിന്റെ വിഷയം ഗൗരവമായി നമ്മൾ കാണണം. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ പര്യവസാനം അള്ളാഹുവിനുള്ളതാണ്. അവിടേക്കാണ് നമ്മളൊക്കെ പോകാനുള്ളത്. മരണം കഴിഞ്ഞ് നമ്മളൊക്കെ എത്തുന്നത് സഹോദരങ്ങളെ ആ ഒരു ലോകത്തേക്കാണ്. അവിടെ നമ്മുടെ ഓരോ നിഅമത്തിനെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും എന്ന് ഗൗരവമായി നമ്മൾ ചിന്തിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണഘടന ഉറപ്പു തരുന്ന പല അവകാശങ്ങളും തടയപ്പെടുന്നതായ ചില പ്രശ്നങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നത് നമുക്കൊക്കെ അറിയാവുന്ന ചില വസ്തുതകളാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് മുസ്ലിങ്ങളുടെ നാമം മായ്ക്കാനുള്ള പ്രചണ്ഡമായ പ്രചരണവും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും നിരന്തരം സജീവമായി തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചരിത്ര സ്മാരകങ്ങളെ കുറിച്ചുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹൈദരാബാദ്, അലഹാബാദ് പോലെയുള്ള സ്ഥലനാമങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികൾ പൊളിക്കപ്പെടുന്നത് നമ്മൾ മുന്നിൽ കാണുന്നു. നിർബന്ധ പരിവർത്തനം എന്ന ആക്ഷേപം നിലനിൽക്കുന്നു. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒട്ടനവധി പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ഈ നാട് ശരിയല്ലെന്ന് പറഞ്ഞ് നാട് വിടാൻ ഒരുങ്ങുകയാണോ? അതല്ലെങ്കിൽ ഇവിടുത്തെ നിയമങ്ങൾ ലംഘിക്കുന്നതാണോ മുസ്ലിമിന്റെ പാരമ്പര്യം? അല്ല. നിയമ പോരാട്ടം നമ്മൾ നടത്തണം. ജനാധിപത്യ മാർഗത്തിലുള്ള സമര രീതികളും പ്രതിഷേധങ്ങളും നമ്മൾ സ്വീകരിക്കുക എന്നതാണ് നമുക്കുണ്ടാവേണ്ട മാതൃക. വൈകാരികതകളും അരാജകത്വങ്ങളും വഴി നാടും ജനതയും തകർന്നു പോകുന്ന സാഹചര്യങ്ങളാണ് അവശേഷിക്കുക. അതുകൊണ്ട് ഇവിടത്തെ നിയമം ശാസിക്കുന്നതിനനുസരിച്ചുള്ള അതിന്റെ കീഴിലുള്ള സമരരീതികൾ സ്വീകരിച്ചുകൊണ്ട് അതിനെ പ്രതിഷേധിക്കാമെന്നല്ലാതെ രാജ്യത്തിന് നേരെ, അതിന്റെ ഭരണാധികാരികൾക്ക് നേരെ എടുത്തു ചാടുന്ന ഒരു സമീപനവും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൂടാം. അതോടൊപ്പം തന്നെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ കൃത്യമായി ആലോചിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിങ്ങളായി നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥ അൽ മുസ്ലിമുൽ ഹഖീഖിയായി നമ്മളൊക്കെ മാറുകയും അള്ളാഹുവിനെ നിരന്തരമായി ഇബാദത്ത് ചെയ്യുന്നവരായി നമ്മൾ മാറണം. അള്ളാഹു തന്ന നിഅമത്തുകൾക്ക് നമ്മൾ ശുക്ർ കാണിക്കണം. ഏത് നേരവും പരലോകത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമാകണം നമ്മുടെ ജീവിതം. അള്ളാഹു അതിന് നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ കളക്ഷൻ എടുക്കുന്നത് നമ്മൾ ടീച്ചേഴ്സ് കെയർ ഫണ്ടിനാണ്. എല്ലാവരും കാര്യമായി തന്നെ അതിനെ സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ അതിനാണ് പിരിവെടുക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കടങ്ങൾ അള്ളാഹു വീട്ടി തരുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا يا رب العالمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وسلام على المرسلين والحمد لله رب العالمين. قوموا الى صلاتكم.